പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. യെരമ്യാ പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് നിന്നാണ് ഇന്നത്തെ പ്രഭാത സന്ദേശം ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പ്രവാചകനോട് ദൈവം പറയുന്നതായ ഒരു കാര്യം, യെരമ്യാവേ, നീ ചന്തയിൽ പോയി ചണനൂൽ കച്ച കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു അരക്കച്ച വാങ്ങണം. ആ അരക്കച്ച നീ നിന്റെ അരയ്ക്ക് കെട്ടണം. കുറച്ചുനാൾ നീ കെട്ടിയതിന് ശേഷം വെള്ളം തൊട്ട് നനയ്ക്കാതെ ഫ്രാത്ത് നദിയുടെ തീരത്തുള്ളതായ ഒരു പാറക്കെട്ടുകളുടെ ഇടയിൽ കൊണ്ടുപോയി അത് പൂഴ്ത്തി വയ്ക്കണം, അതായത് ഒളിച്ചു വയ്ക്കണം. പ്രവാചകൻ അങ്ങനെ ചെയ്തു. കാരണം ദൈവം പറയുന്ന കാര്യങ്ങളിലെല്ലാം കുറച്ച് നാളുകൾക്ക് ശേഷം ചില അരുളപ്പാടുകൾ ദൈവം അതിൽ നിന്ന് ജനത്തിനു വേണ്ടി കൊടുക്കുവാൻ ഉരുത്തിരിക്കുന്ന ചില സന്ദേശങ്ങൾ കാണും. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം യെരമ്യാവിനോട് ദൈവം വീണ്ടും പറഞ്ഞു, അന്ന് നീ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതായ, അതായത് ഫ്രാത്ത് നദിയുടെ തീരത്തുള്ളതായ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ അരക്കച്ചയെ മണ്ണ് മാന്തി തിരിച്ചെടുക്കണം. പ്രവാചകൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കണ്ടതായ കാഴ്ച, അരക്കച്ച പാടുപറ്റി അത് അരയ്ക്ക് കെട്ടുവാൻ കഴിയാതെ അത് വൃത്തിഹീനമായ ഉപയോഗശൂന്യമായ ഒരു തുണിക്കഷ്ണമായി അത് മാറിയിരിക്കുന്നത് പ്രവാചകൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയുകയാണ്, ഇങ്ങനെയാണ് എൻ്റെ ജനത്തിന് പറ്റിയിരിക്കുന്നതായ അബദ്ധം. അരക്കച്ച എന്ന് പറഞ്ഞാൽ സത്യം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അരക്കച്ച സത്യത്തെ കാണിക്കുന്നു, നീതിബോധത്തെ കാണിക്കുന്നു, ധാർമ്മിക ബോധം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നതായ നീതിക്കും സത്യമായ അല്ലെങ്കിൽ പരമാർത്ഥമായ ഒരു ഹൃദയശുദ്ധിക്കും കേടുപാട് പറ്റിയിരിക്കുന്നു. അതിനി ഉപയോഗിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയായി, അവർക്ക് ധരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയായി ഇപ്പോഴത്തെ രംഗം മാറിയിരിക്കുന്നു എന്ന് ജനത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുവാൻ പ്രവാചകനോട് അരുളി ചെയ്തത്. ഫ്രാത്ത് നദിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഫ്രാത്ത് നദി എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതായ 4 നദികളിൽ 4ാമത്തെ നദിയാണ് ഫ്രാത്ത് നദി. അത് ഇപ്പോഴത്തെ സിറിയയിൽ കൂടെയും ഇറാഖിൽ കൂടിയും തുർക്കിയിൽ കൂടിയും ഒഴുകുന്നു. വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ളതായ നീളം കൂടിയതായ നദി. ആ നദിയുടെ ഇരുകരയിലും ഉള്ളതായ മരക്കൊമ്പുകൾ കൊടുക്കുന്നതായ ഫലവൃക്ഷങ്ങൾ, ഫലങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ലോകത്തിലെ സകല വൃക്ഷഫലങ്ങളെക്കാളും വളരെ മാധുര്യമേറിയതും രുചികരവുമാണ്. അതിനോട് തത്തുല്യപ്പെടുത്തുവാൻ അത്രത്തോളം വിലയുള്ളതായ പഴങ്ങൾ ലോകത്തിൽ ഒരിടത്തും കിട്ടുകയില്ല. ഈ ഫ്രാത്ത് നദിയുടെ അരികിൽ താമസിക്കുന്ന, ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു പ്രശംസയുണ്ട്. അവരുടെ സമ്പത്താണ്, അവരുടെ മഹത്വമാണ്. അതിൽ നിന്ന് കിട്ടുന്നതായ ഫലങ്ങളും അല്ലെങ്കിൽ മനോഹാരിതകളും പ്രകൃതി സൗന്ദര്യങ്ങളും പൂത്തുലയുന്നതായ വൃക്ഷങ്ങളും ആ അനേക അല്ലെങ്കിൽ മനോഹാരിത തരുന്നതായ അനേക പൂക്കളുമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പ്രശംസയും അവരുടെ കിരീടവുമായി ഇന്നും അവർ കണക്കാക്കുന്നു. സത്യത്തെ നഷ്ടപ്പെടുത്തിയതായ ഒരു ജനത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകനോട് ദൈവം ഈ കാര്യങ്ങൾ അരുളി ചെയ്തത്. എന്തുകൊണ്ട് ഫ്രാത്ത് നദി തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. വേറെ ഏതെങ്കിലും ഒരു നദിയുടെ കരയ്ക്ക് പോകാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം പ്രവാചകനോട് പർട്ടിക്കുലറായിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും നീ ഫ്രാത്തിനരികത്തുള്ളതായ പാറക്കെട്ടുകളുടെ ഇടയിൽ ഈ കച്ച ഒളിച്ചു വയ്ക്കണം. ഫ്രാത്ത് നദി എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ഫ്രാത്ത് നദിയിലാണ് 6ാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിക്കുന്നത്. അങ്ങനെ കലശം ഒഴിക്കുമ്പോൾ ആ ഫ്രാത്ത് നദി വറ്റി വരണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ദിവസം വറ്റി വരളുവാൻ കാത്തിരിക്കുന്ന, ഒരു വരൾച്ചയെ കാത്തിരിക്കുന്ന നദിയുടെ ഇരുകരയിലുമുള്ള താൽക്കാലിക സൗന്ദര്യത്തെയും ഫലഭൂയിഷ്ഠതയും കണ്ട് അഹങ്കരിച്ചുകൊണ്ട് സത്യത്തെ മറന്നു കളയുന്ന ജനത്തിന്റെ ദുഷ്ടതയെ എടുത്തു കാണിക്കുവാൻ യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം കൊടുത്തതായ ഒരു പ്രാക്ടിക്കൽ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും സത്യത്തെ ധരിച്ചവരാണ്, സത്യത്തെ അരക്കി കെട്ടി
എവിടെ പോയിരുന്നാലും സത്യം സംസാരിക്കുകയും സത്യത്തിന് വേണ്ടി നിൽക്കുകയും സത്യത്തിന് സാക്ഷികളാകുകയും ധാർമ്മിക ബോധവും നീതിബോധവും ഉൾക്കൊണ്ടതായ ഒരു കുടുംബ പാരമ്പര്യം ഒക്കെ നമ്മൾ അതുകൊണ്ടൊക്കെ അഭിമാനിച്ചവർ. ഫ്രാത്ത് നദിയുടെ ഇരുകരകളിലുമുള്ളതായ ഫലഭൂയിഷ്ഠത്തെ കണ്ട്, അതിൻ്റെ മനോഹാരിതയെ കണ്ട്, രുചിയെ കണ്ട്, അതിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചും കൊണ്ട് നിന്റെ സമ്പത്തിലും സൗന്ദര്യത്തിലും ദേശത്തിൻ്റെ അഭിമാനത്തിലും മതി പറന്ന് ഒരു കാര്യം മറന്നുപോയി, സത്യത്തെ പൂഴ്ത്തിവെച്ച് ഉപയോഗശൂന്യമാക്കി കളഞ്ഞു. ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു. വ്യക്തികളോടുള്ളതായ ആ ബന്ധത്തിന് പുഴുക്കുത്തു പറ്റി. ജീവിതത്തിൽ പോരായ്മകൾ വന്നു, കറകൾ വന്നു. മാന്തി നോക്കിയപ്പോൾ കേടായിപ്പോയി. സത്യമില്ല. ഇപ്പോൾ സത്യം ഉപയോഗപ്രദമല്ല. സത്യമെന്ന പേര് പോലും പറയുവാൻ കഴിയുകയില്ല. ജനത്തിൻ്റെ ഇടയിൽ നിന്നും സത്യാവസ്ഥ നഷ്ടപ്പെട്ടു പോയി. സത്യം സംസാരിക്കുവാൻ ആരുമില്ല. പുരോഹിതന്മാരുമില്ല, ജനങ്ങളുമില്ല. അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നവരുമില്ല, കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നവരുമില്ല. സ്വർഗത്തിന് വേണ്ടി പോരാടുന്നവർക്കും സത്യമില്ലെന്ന്. സത്യം മറന്നുപോയി, സത്യം പൂഴ്ത്തിവെച്ചു. ഇനി അത് തിരിച്ചെടുത്തിരുന്നാലും അത് അരക്കി കെട്ടുവാൻ യോഗ്യമല്ലാത്ത രീതിയിൽ അത് ചെതലും പിടിച്ച് വൃത്തിഹീനമായിട്ടുള്ള ഒരവസ്ഥയിൽ കേവലം തുണിക്കഷ്ണം മാത്രം നിന്റെ കയ്യിലുണ്ട്. അരക്കി കെട്ടുവാൻ കഴിയില്ല. പേരിന് മാത്രം ഏതോ ഒരു തുണിക്കഷ്ണം, ഒരാകൃതി മാത്രം നിന്റെ കൈവശമുണ്ട്. അതോർത്ത് വിലപിക്കുന്നതായ ഒരു കൂട്ടം ജനത്തിന് മുൻപിൽ ദൈവം പറയുകയാണ്, ദൈവം നിനക്ക് തന്നായ ഫലഭൂയിഷ്ഠമായിട്ടുള്ള പല ഫലങ്ങളുടെയും ആ മഹത്വത്തിൽ വർണ്ണിച്ച് പെരുമ്പായി മുഴക്കി സത്യത്തിന് കൂട്ടുനിൽക്കാൻ കഴിയാതെ വണ്ണം മനസ്സ് മുരടിച്ച ജീവിതം. അതിൽ നിന്ന് തിരിച്ചു വരുവാൻ ദൈവം ആഹ്വാനം തരികയാണ്. ഈ നാളുകളിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ദൈവം ദുഃഖിച്ചുകൊണ്ടാണ് ജെരമ്യാ പ്രവാചകനോട് പറയുന്നത്, നോക്കൂ, നീ ചന്തയിൽ പോയി ഒരു അരക്കച്ച വാങ്ങിക്കുക, ചണനൂൽ കൊണ്ടുള്ളതായ അരക്കച്ച. വെള്ളം നനയ്ക്കരുത്. കുറച്ചു നാൾ നിന്റെ അരയ്ക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചു നാളൊക്കെ അരയ്ക്ക് കെട്ടിക്കൊണ്ട്, അരക്കച്ച കെട്ടിക്കൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെന്നും സത്യത്തിൽ മാത്രം സംസാരിക്കുന്ന ജനമെന്നും ആ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതായ സഭയെന്നുമൊക്കെ നാട്ടിലെല്ലാം പെരുമ്പായി മുഴക്കി. അല്പകാലത്തിന് ശേഷം സൗന്ദര്യം വർദ്ധിച്ചു, ആദായം വർദ്ധിച്ചു, സമ്പത്ത് വർദ്ധിച്ചു, ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ നദിയുടെ ഇരുകരയ്ക്കുമുണ്ടായി. മറന്നു പോകരുത്, ഈ ഫ്രാത്ത് നദി ഒരു ദിവസം വറ്റി വരളുന്ന നദിയാണ്. നിന്റെ മുൻപിൽ അനുഭവം തരാതെ ചൂട് കൊണ്ടും വേനൽ കൊണ്ടും വറ്റി വരളുന്നാൻ ആ വരൾച്ചയെ കാത്തിരിക്കുന്ന ഒരു നദിയാണെന്ന് ദൈവം ജനത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്രാത്ത് നദിയെ ദൈവം തെരഞ്ഞെടുത്തത്. ആ ഫ്രാത്ത് നദിയിൽ പല ഉപദേശങ്ങളുണ്ട്, പല സന്ദേശങ്ങളുണ്ട്. അതൊരു പക്ഷെങ്കിൽ നിന്റെ നോട്ടത്തിൽ 2-3 രാജ്യങ്ങളിൽ കൂടെ ഒഴുകിപ്പോയി പല പല ജാതികൾക്കും വംശങ്ങൾക്കും ആദായവും സൗന്ദര്യവും മഹത്വവും മാനവും പുകഴ്ചയും ഉയർച്ചയും ഒക്കെ കൊടുക്കുന്നതായിരിക്കാം. പക്ഷെങ്കിൽ ഏറെ താമസിയാതെ തിരുവചനത്തിന്റെ അവസാന പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി എടുത്തു കാണിക്കുകയാണ്. 6ാമത്തെ ദൂതൻ തന്റെ കലശം ഫ്രാത്ത് നദിയിൽ ഒഴിച്ചു. അതിപ്പോൾ ഫ്രാത്ത് നദിയിലെ വെള്ളം വറ്റി വരണ്ടുപോയി. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, അപ്പോൾ നദി വരണ്ടുപോയി. ആ നദിയിലാണ്, ആ നദിയുടെ കരയിലാണ് പ്രവാചകനോട് ദൈവം പറഞ്ഞത്, നിന്റെ കയ്യിലുള്ളതായ അരക്കച്ച കൊണ്ടുപോയി പൂഴ്ത്തി വയ്ക്കുക. അങ്ങനെ ഇസ്രായേൽ ജനം മഹത്വത്തിനും സമ്പത്തിനും പുകഴ്ചയ്ക്കും അടിമകളായി സത്യത്തെ മറന്ന് സത്യത്തെ നിരാകരിച്ച് ഒരു കോണിൽ പൂഴ്ത്തിവെച്ച് ഒളിച്ചുവെച്ച് പാർത്തുവെച്ച് മണ്ണിനടിയിൽ വെച്ചുകൊണ്ട് അവരുടെ മഹത്വത്തിന് വേണ്ടി പാറക്കെട്ടുകളിൽ നിന്നുകൊണ്ട് പുകഴ്ത്തിപ്പാടുകയാണ് ഫ്രാത്ത് നദിയുടെ ഉല്ലാസ മഹത്വത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ മനസ്സിലാക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ, നമ്മുടെ വ്യക്തികളിൽ നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ, സമൂഹത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ സഭകളിൽ നോക്കുമ്പോൾ, സത്യമെന്ന ഒരു വാക്കിന് പേര് പോലും പറയുവാൻ അർഹതയില്ലാത്ത ഒരു കാലഘട്ടം. അത് വ്യക്തികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കുടുംബത്തിൽ കയറി, സഭയിൽ വന്ന്, സമൂഹത്തിൽ വന്ന്, സംഘടനയിൽ വന്ന് ധാർമ്മികത നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സഹോദര സ്നേഹം നഷ്ടപ്പെട്ട്, ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചങ്ങളെല്ലാം മങ്ങി മറഞ്ഞുകൊണ്ട്
ചെതൽപ്പുറ്റുകളായി മാറിയതായ തുണിക്കഷ്ണങ്ങൾ മാത്രം ഏന്തിക്കൊണ്ട് അരക്കച്ചയുടെ നാമം പോലും അവകാശപ്പെട്ട് പറയുവാൻ യോഗ്യതയില്ലാത്ത ജനങ്ങളായി മാറിപ്പോയ അനുഭവത്തിൽ നിന്നും യു കം ബാക്ക്. ദൈവം ഒരു തിരിച്ചുവരവിനെ കാണിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുവാൻ പ്രവാചകനായ യിരെമ്യാവിനോട് കൽപ്പിച്ചതായ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ചില ഉദാഹരണങ്ങൾ സഹിതം പ്രവാചകനിൽ കൂടെ പറയുക. അർത്ഥമുണ്ട്, അതിൽ വ്യാഖ്യാനമുണ്ട്. സത്യസന്ധതയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സത്യം സംസാരിക്കുകയും സത്യത്തിന് വേണ്ടി നിൽക്കുകയും സത്യം മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ജനത്തോടുകൂടെ കർത്താവുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എവിടെ സത്യമുണ്ടോ അവിടെ വഴികളുണ്ട്, എവിടെ വഴികളുണ്ടോ അവിടെ ജീവനുണ്ട്. വഴിയില്ലാത്തടത്ത് ജീവനില്ല, ജീവനില്ലാത്തടത്ത് സത്യമില്ല എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരു പുനർജന്മം, ദൈവത്തിൻ്റെ വഴിയിലേക്ക് ക്രിസ്തുവിന് അനുകാരിയായി ക്രിസ്തു പോയ പാതകളിൽ കൂടെ കർത്താവിൻ്റെ നാമം ഏന്തി നാം പുകഴ്ത്തുമ്പോൾ വഴിയും സത്യവും ജീവനുമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു മനോധർമ്മം നമ്മുടെ മനസ്സിൽ കളിയാടുന്നില്ല എങ്കിൽ നാം ആശ്രയിക്കുന്ന പുകഴുന്നതായ ഫ്രാത്ത് നദിയെ പറ്റിച്ചു കളയുവാൻ, വരൾച്ച ബാധിക്കുവാൻ അധികം നാളുകൾ ഇനിയും താമസമില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഏറെ കഴിയും മുമ്പ് ആറാമത്തെ ദൂതൻ തന്റെ കലശം ഫ്രാത്ത് നദിയിൽ ഒഴിക്കും. മഹത്വങ്ങളൊക്കെയും നഷ്ടപ്പെടും, പുകഴ്ചകൾ നഷ്ടപ്പെടും, ആരവാരങ്ങൾ ഇല്ലാതാകും. സത്യത്തെ മറച്ചുകൊണ്ട് സത്യമുള്ളവരെന്ന് അഭിനയിച്ചും കൊണ്ട് ദേശത്ത് നാം ഒരുപക്ഷെങ്കിലും തുണിക്കഷ്ണങ്ങൾ ആഘോഷമാക്കി നാം മാറ്റിയേക്കാം. ഒരു കാലത്ത് നിന്റെ അരയ്ക്ക് കെട്ടുവാൻ തന്നതായ അരക്കച്ച വൃത്തിഹീനമായി ധരിക്കുവാൻ യോഗ്യതയില്ലാത്തതായി, കൊള്ളരുതാത്തതായി ദൈവം അതിനെ കാണുന്നു. വീണ്ടും ആ അരക്കച്ചയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഫ്രാത്ത് നദിയിലുള്ളതായ നദീതീരത്തിലുള്ളതായ വൃക്ഷങ്ങളുടെ പുകഴ്ചയല്ല, പാറക്കെട്ടുകളുടെ മനോഹാരിതയല്ല, അതിനെ ഉയർത്തി പറയുന്നതായ പാട്ടുകളുമല്ല, എന്നാൽ അനുഭവങ്ങൾ, സത്യങ്ങൾ, നീതിക്ക് വേണ്ടി നിൽക്കുക, വഴിയിൽ ജീവനുള്ളതായി വഴിയും സത്യവും ജീവനുമായവനിലേക്ക് നടകൊള്ളുവാനുള്ളതായ വലിയൊരു വ്യഗ്രത, ഒരനുഭവ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മുറ്റുമായി മാറ്റും. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ ഒരിടത്തും തോറ്റുപോകുകയില്ല. അവരിൽ ദൈവം പ്രസാദിക്കും. അവരുടെ വഴിയിൽ ജീവനുണ്ടാകും. അവരുടെ വഴി വിശാലമാകും. അടഞ്ഞു കിടക്കുന്ന പല വഴികളും അവിടെ തുറക്കുന്നതിനിടയായി തീരും. സത്യമുണ്ടായിരിക്കണം. ഫ്രാത്ത് നദിയുടെ അരികിൽ പുകഴുന്നവനായി പാടുന്നവനായി തീരരുത്. അതൊരു നാൾ പറ്റുപോകും. സമ്പത്തുകൾ മാറിപ്പോകും, പുകഴ്ചകൾ മാറിപ്പോകും, സൗന്ദര്യങ്ങൾ ക്ഷയിച്ചു പോകും. നീ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അവന്റെ സന്നിധിയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, ജീവനും സത്യവും ആ വിശാലവുമായ വഴിയുമായവന്റെ അടുത്തേക്ക് കടന്നു വന്ന് അവനിൽക്കുള്ളതായ മഹത്വങ്ങൾ പ്രാപിപ്പാൻ ഈ ദിവസങ്ങൾ നിനക്ക് ഉപകരിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ കർത്താവിങ്കിലേക്ക് കടന്നു വരുമെങ്കിൽ, വഴിയും സത്യവും ജീവനുമായ ആ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ നമ്മൾ സന്മനസ് കാണിക്കുമെങ്കിൽ, നമുക്കൊരു തിരിച്ചുവരവ് നമുക്ക് സാധിക്കുമെങ്കിൽ, അവിടെയാണ് അനുഗ്രഹം സാധിക്കുന്നത്. അടഞ്ഞു കിടക്കുന്ന പല വഴികളും തുറക്കപ്പെടും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. പലതിലും പല മുഖത്തും പല ആവശ്യങ്ങളുടെ മുഖത്ത് വഴി കാണാതെ നീ വലയുന്നുണ്ടെങ്കിൽ, നിനക്ക് തന്നതായ അരക്കച്ചയുടെ പാറക്കെട്ടുകളുടെ ഇടയിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന അരക്കച്ചകളെ കുറിച്ച് നിനക്കൊരു ധ്യാനമുണ്ടാകും. കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം പ്രവാചകനോട് പറയുകയാണ്, അന്ന് നീ പൂഴ്ത്തി വെച്ചതിനെ തിരിച്ചെടുക്കുക, അതിൻ്റെ അവസ്ഥ നോക്കുക, ജീർണിച്ചിരിക്കുന്നു, വൃത്തിഹീനമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയതായ സത്യജീവിതത്തെ, ആ ധാർമ്മിക ബോധത്തെ, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തെ നാം പ്രകാശിപ്പിക്കപ്പെടുവാൻ കർത്താവ് നിതാ വഴിയും സത്യവും ജീവനുമായവൻ നമുക്ക് മുൻപിൽ നിന്ന് വിളിക്കുകയാണ്. എന്നിലേക്ക് കടന്നു വരിക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വഴിയെ നടന്ന്, ഈ സത്യത്തിൽ കൂടെ നടന്ന് ഈ ജീവൻ പ്രാപിപ്പാൻ തക്കണം ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.